എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള കറിയാണ്. വെജിറ്റേറിയൻസിനും അതേപോലെ നൊയമ്പ് നോക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്ത ആ പീസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു നെയ്മീൻ്റെ ലുക്കില്ലേ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ കപ്പയുടെ കൂടെ കഴിക്കാനും ഈ മീൻ കറി ഒത്തിരി നല്ലതാണ്. ഈ മീൻ കറിയുടെ താരം ചേനയാണ്. എൻ്റെ ഫ്രണ്ടാണ് എന്നോട് ഈ ചേന വെച്ച് ഇതേപോലെ മീൻകറി പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ ചേന എടുത്തിരിക്കുന്നത് 3/4 കിലോ ചേനയായിരുന്നു. 3/4 കിലോ ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ചേന ആദ്യം ഒന്ന് വേവിക്കണം. നല്ലതുപോലെ വേവുന്ന ചേനയാണെങ്കിൽ ഇങ്ങനെ ആദ്യം വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ കിട്ടുന്ന ചേനയൊക്കെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഉണങ്ങി ഒത്തിരി ഇരിക്കുന്ന ചേന. അപ്പോൾ നമ്മൾ എത്ര വേവിച്ചാലും ചിലപ്പോൾ അത് വെന്ത് കിട്ടില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചേനേനെ ആദ്യം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ 2 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ മീൻ ചേർക്കുന്ന അത്രയും പുളി ഇടേണ്ട, ഒരു മൈൽഡായിട്ടുള്ള പുളി മതി. ഇപ്പോൾ 2 കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ചേന ഒന്ന് ഇളക്കിയിടുക, വെന്തോന്ന് നോക്കണം. വെന്തിട്ടില്ല ചേന, അപ്പോൾ കുറച്ച് നേരം കൂടി തീ കുറച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ചേന അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു അടുപ്പിലേക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഞാൻ ഇതിലിപ്പോൾ ഉലുവ ഇവിടെ പൊട്ടിക്കുന്നില്ല. മീൻ കറിയിൽ പൊട്ടിക്കുന്ന പോലെ ഉലുവ പൊട്ടിക്കുന്നില്ല. കടുക് മാത്രമേ ഇട്ടേ പൊട്ടിക്കുന്നുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത് 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും 1/4 കപ്പ് ചേർത്തു. ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതാണ്. 4 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളെ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ചേന വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ചേന ഒരു 3/4 ഭാഗം വേവിക്കുക. ഇനി ആ വെന്ത ചേന നമുക്ക് ഈ ചട്ടിയിൽ മൂപ്പിച്ച് വെച്ചാൽ മുളകിലേക്ക് ചേർക്കണം. നല്ലതുപോലെ വേവുന്ന ചേനയാണെങ്കിൽ ഇങ്ങനെ നേരത്തെ തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ആ മുളക് ഉപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു.
ഇനി ആ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ചൈനയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാലും കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. ആദ്യം ഒന്ന് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക, പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് അതിനകത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്ന് നോക്കണം. പുളി ഒത്തിരി കൂടിപ്പോയത്, മീനിൻ്റെ അത്രയും പുളി വേണ്ട, ഒരു മൈൽഡ് ആയിട്ടുള്ള പുളി മതി. ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാം. അപ്പം അതിന് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ മീനിൽ ഒഴിക്കുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീനാകുമ്പോൾ നെയ്യുണ്ട്, ചേനയ്ക്ക് നെയ്യൊന്നുമില്ലല്ലോ, പക്ഷെ അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം, നല്ലതാണ്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ചട്ടി നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കുക. പിന്നീട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കുക. അതിങ്ങനെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അടിപൊളി മീൻ കറി ആയിട്ടുണ്ട്. എനിക്ക് മീൻ കറി ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ മീൻ കറി ഇഷ്ടമുള്ള ആൾക്കാർ, എരിവും പുളിയൊക്കെ ഉള്ള ഒരു കറി കൂട്ടി ചോറുണ്ടെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും. മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല നമുക്ക് ചേന വെച്ച് ഇതേപോലെ മീൻ കറിയുടെ സ്റ്റൈലൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഫ്രണ്ട് ചേന വെച്ച് മീൻ കറിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ചേനയും കൊണ്ടും ഇതേപോലൊരു ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി.